ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് ഇന്നേക്ക് അരനൂറ്റാണ്ട്. ജനാധിപത്യ ഘടന സംരക്ഷിക്കാൻ അടിയന്തരാവസ്ഥ കാലത്ത് വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നവർ ചേർന്ന് പ്രവർത്തിച്ചതായി പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ശുഭാൻശു ശുക്ല ഉൾപ്പെട്ട സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ആക്സിയം 4 വിക്ഷേപണം ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നടന്നു. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ കർമ്മ പദ്ധതിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ നാളെ തിരുവനന്തപുരത്ത് തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്ടിൽ കനത്ത മഴ. ചൂരൽമല, മുണ്ടക്കൈ ഭാഗത്ത് ജാഗ്രതാ നിർദ്ദേശം. ഭൂമി ഡിജിറ്റൽ സർവേ ദേശീയ കോൺക്ലേവിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് ഇന്നേക്ക് അരനൂറ്റാണ്ട്. 1975 ജൂൺ 25-നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. രാജ്യം ഈ ദിവസം സംവിധാൻ ഹത്യാ ദിവസായി ആചരിക്കുകയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് കടുത്ത പീഡനങ്ങൾ നേരിടേണ്ടി വന്നവർക്കുള്ള ആദരവായാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം മുതൽ ദിനാചരണം സംഘടിപ്പിച്ചത്. 1975 അധികാരത്തിലുണ്ടായിരുന്ന ഇന്ദിരാഗാന്ധി സർക്കാരാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ നടപ്പാക്കിയത്. അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ടത്തിൽ പങ്കെടുത്തവരെ അഭിവാദ്യം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യമെമ്പാടുമുള്ള വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നവർ ഇന്ത്യയുടെ ജനാധിപത്യ ഘടനയെ സംരക്ഷിക്കുന്നതിനായി ചേർന്ന് പ്രവർത്തിച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജനാധിപത്യത്തിനു വേണ്ടിയുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ത്യാഗം ഓർമ്മിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്തെ പോരാട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്ക് പ്രതിപാദിക്കുന്ന പുസ്തകം ശ്രീ അമിത് ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. AKG പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിക്കുന്ന മാധ്യമ പ്രദർശനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ അടിയന്തരാവസ്ഥ ജനാധിപത്യ സംരക്ഷണ പോരാട്ട സ്മൃതി സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി വൈകിട്ട് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ ശുഭാൻശു ശുക്ല ഉൾപ്പെടെ 4 യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിക്കുന്ന ആക്സിയം 4 ദൌത്യത്തിന് തുടക്കം. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപണം നടന്നു. നാളെ വൈകുന്നേരം ആക്സിയം 4 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്യുമെന്ന് ISRO നേരത്തെ അറിയിച്ചിരുന്നു. സാങ്കേതിക കാരണങ്ങളാൽ 5 തവണയാണ് ദൌത്യം മാറ്റിവെച്ചത്. ഇന്ത്യക്ക് അഭിമാന നിമിഷമെന്ന് വിക്ഷേപണത്തിനു ശേഷം കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പ്രതികരിച്ചു. ഭൂമി ഡിജിറ്റൽ സർവേ ദേശീയ കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. നാളെയും മറ്റന്നാളും കോവളത്ത് കോൺക്ലേവും 28-ന് ഫീൽഡ് സന്ദർശനവും നടക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റവന്യൂ വകുപ്പ് മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. റവന്യൂ, സർവേ, ഭൂരേഖ വകുപ്പുകൾ സംയുക്തമായാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ഉജർ ഉൾവാറിൽ ഭൂമി കൈമാറ്റം പൂർണ്ണമായും ഡിജിറ്റലായി. ഓൺലൈനിൽ ആദ്യ ആധാരം രജിസ്ട്രേഷനും പോക്കുവരവും നടത്തി. രാജ്യത്താദ്യമായാണ് ഒരു വില്ലേജിൽ ഭൂമി കൈമാറ്റം പൂർണ്ണമായും ഡിജിറ്റലാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P ജഗന്നിവാസൻ. റവന്യൂ, സർവേ, രജിസ്ട്രേഷൻ വകുപ്പുകൾ സംയുക്തമായി തയ്യാറാക്കിയ എൻ്റെ ഭൂമി പോർട്ടലിലൂടെയാണ് ഭൂമി കൈമാറ്റം ഓൺലൈനായി നടത്തിയത്. ഓൺലൈനിൽ അപേക്ഷ നൽകിയാൽ എല്ലാം ഓൺലൈനിൽ തന്നെ ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ വില്ലേജായി കാസർഗോഡ് ജില്ലയിലെ ഉജർ ഉൾവാർ മാറി. ഡിജിറ്റൽ സർവേ പൂർണ്ണമാകുന്ന എല്ലാ വില്ലേജുകളിലും ഇനി ഓൺലൈനായി ഭൂമി രജിസ്ട്രേഷൻ നടത്താനാകും. പോക്കുവരവും നടത്താം. രജിസ്ട്രേഷൻ വകുപ്പ് മുൻ IG കൂടിയായ ഇപ്പോഴത്തെ കാസർഗോഡ് ജില്ലാ കലക്ടർ K ഇമ്പശേഖരന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തനങ്ങൾ നടത്തിയത്. നാളെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ കർമ്മ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇതോടെ കലാലയങ്ങളിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ഇതിനു മുന്നോടിയായി ബോധപൂർണിമ നോഡൽ ഓഫീസർമാരുടെ സംസ്ഥാനതല പരിശീലന പരിപാടിയും സമ്പൂർണ്ണ ഹരിത ക്യാമ്പസ് പ്രഖ്യാപനവും മന്ത്രി R ബിന്ദു ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്തെ കിടപ്പ് രോഗികളായ എല്ലാവർക്കും കൃത്യമായ പരിചരണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സാർവത്രിക പാലിയേറ്റീവ് പരിചരണ പദ്ധതിക്ക് ശനിയാഴ്ച തുടക്കമാകും. ഇതോടൊപ്പം കേരള കെയർ പാലിയേറ്റീവ് ശൃംഖലയുടെ പ്രവർത്തനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളത്ത് നിർവഹിക്കും. കിടപ്പിലായ എല്ലാ രോഗികൾക്കും ശാസ്ത്രീയ പരിചരണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 29 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 123ാം പതിപ്പാണ് ഇത്. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. തുടർന്ന് മലയാള പരിഭാഷയും കേൾക്കാം. പരിപാടിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും നരേന്ദ്രമോദി ആപ്പിലൂടെയും MyGov ഓപ്പൺ ഫോറത്തിലൂടെയും വെള്ളിയാഴ്ച വരെ അറിയിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് സാമൂഹിക ക്ഷേമ പെൻഷൻകാരുടെ മസ്റ്ററിംഗിന് ഇന്ന് തുടക്കം. പുതുതായി പെൻഷൻ അർഹത നേടിയവരും ഒരു മാസത്തിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. എല്ലാ അക്ഷയ കേന്ദ്രങ്ങളിലും ഇതിനുള്ള സൗകര്യം ഉണ്ടാകും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്നും നാളെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. വയനാട്ടിൽ അതിശക്തമായ മഴ. ചൂരൽമല, മുണ്ടക്കൈ ഭാഗത്ത് വീണ്ടും ഉരുൾപൊട്ടിയതായി സംശയം. ഒരാഴ്ച മുൻപ് ചൂരൽമലയിൽ വ്യാപക മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നായിരുന്നു ജില്ലാ ഭരണകൂടം അറിയിച്ചത്. ഇന്നലെ രാത്രിയിൽ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. വയനാട്ടിൽ ഇന്നലെ രാത്രിയിൽ ആരംഭിച്ച മഴയ്ക്ക് ഇതുവരെയും ശമനമില്ല. ചൂരൽമല, മുണ്ടക്കൈ ഭാഗത്ത് വീണ്ടും ഉരുൾപൊട്ടിയതായി സംശയം. ചൂരൽമല പുന്നപ്പുഴയിലൂടെ മരങ്ങളും പാറകളും ഒഴുകി താഴെയെത്തി. അട്ടമല പ്രദേശത്തെ റോഡിൽ വെള്ളം കയറിയതോടെ ഈ പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടന്ന തൊഴിലാളികളെ അല്പം മുൻപ് രക്ഷപ്പെടുത്തി. ഇന്നലെ രാത്രിയിലുണ്ടായ അതിശക്തമായ മഴയെ തുടർന്ന് വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായതായാണ് സംശയം. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഈ പ്രദേശത്ത് സന്ദർശനം നടത്തുന്നുണ്ട്. അതേസമയം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വാഹനവും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴയും മലവെള്ളപ്പാച്ചിലും. വെള്ളരിമലയിൽ മഴ ശക്തിയായി പെയ്യുന്നതിനാൽ ഇരുവഴിഞ്ഞി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. ജനങ്ങൾ പുഴയിൽ ഇറങ്ങരുതെന്ന് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 529 പോയിന്റ് ഉയർന്ന് 82,588ലും നിഫ്റ്റി 155 പോയിന്റ് നേട്ടത്തിൽ 25,199ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 72,560 രൂപയും ഗ്രാമിന് 9,070 രൂപയുമാണ് ഇന്നത്തെ വില. ആരോഗ്യം ആനന്ദം 2ാം ഘട്ടത്തിന്റെ ഭാഗമായി പുരുഷന്മാരിലെ ക്യാൻസർ കണ്ടെത്താൻ ആലപ്പുഴ ജില്ലയിൽ പരിശോധനാ ക്യാമ്പ് നടത്താൻ തീരുമാനം. ക്യാമ്പയിന്റെ പ്രവർത്തനങ്ങൾ ജില്ലാ കളക്ടർ വിലയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. പുരുഷന്മാരിലെ ക്യാൻസറുകൾ കണ്ടെത്തുന്നതിന് ആലപ്പുഴ ജില്ലയിലെ ബസ് സ്റ്റാൻഡുകൾ, ഓട്ടോ സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, സർക്കാർ ഓഫീസുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, പുരുഷ സ്വയം സഹായ സംഘങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ വ്യാപകമായി ക്ലിനിക്കൽ സ്ക്രീനിംഗ് സംഘടിപ്പിക്കുവാനാണ് തീരുമാനം. 30 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയാണ് പരിശോധിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നവർക്ക് തുടർ ചികിത്സയും ഉറപ്പാക്കും. ഇതോടൊപ്പം ജില്ലയിലെ സ്കൂളുകളിലും അംഗനവാടികളിലും ബോധവൽക്കരണ ക്ലാസുകളും നടക്കും. കൊട്ടാരക്കരയിലെ IT ക്യാമ്പസ് ജൂലൈ 2 മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. രാജ്യാന്തര IT കമ്പനിയായ സോഹോ കോർപ്പറേഷന്റെ ഇന്ത്യയിലെ 2ാമത്തെ റെസിഡൻഷ്യൽ IT ക്യാമ്പസാണ് കൊട്ടാരക്കര നെടുവത്തൂരിൽ ഉദ്ഘാടന സജ്ജമായത്. മന്ത്രി KN ബാലഗോപാൽ ക്യാമ്പസ് സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ആദ്യഘട്ടത്തിൽ 250 പേർക്ക് ജോലി ലഭ്യമാകുമെന്ന് മന്ത്രി അറിയിച്ചു. രാജ്യത്തെ പ്രമുഖ നിർമ്മാണ കമ്പനികൾ കേരളത്തിൽ നിന്നുള്ള എഞ്ചിനീയർമാരെ തേടുന്നു. സിവിൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കാണ് അവസരം. 200-ൽ പരം എഞ്ചിനീയർമാരെയും 2000-ലധികം ടെക്നീഷ്യന്മാരെയുമാണ് ആദ്യഘട്ടത്തിൽ വേണ്ടിവരിക. അപേക്ഷകർക്കും കൂടുതൽ വിവരങ്ങൾക്കും iiic.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പത്തനംതിട്ട ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ പഠന സൗകര്യങ്ങളുടെ അപര്യാപ്തതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി. 120ഓളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഇടുങ്ങിയ ക്ലാസ് മുറികൾ മാത്രമാണുള്ളതെന്ന് സമരക്കാർ ആരോപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് ഇന്നേക്ക് അരനൂറ്റാണ്ട്. ജനാധിപത്യ ഘടന സംരക്ഷിക്കാൻ അടിയന്തരാവസ്ഥക്കാലത്ത് വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നവർ ചേർന്ന് പ്രവർത്തിച്ചതായി പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ശുഭാൻശു ശുക്ല ഉൾപ്പെട്ട സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക്. ആക്സിയം 4 വിക്ഷേപണം ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നടന്നു. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ കർമ്മ പദ്ധതിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ നാളെ തിരുവനന്തപുരത്ത് തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്ടിൽ കനത്ത മഴ.
ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് ജാഗ്രതാ നിർദ്ദേശം. ഭൂമി ഡിജിറ്റൽ സർവേ ദേശീയ കോൺക്ലേവിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.